ലോകമെമ്പാടുമുള്ള ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്ക് വചനദീപ്തി ഒരുക്കുന്ന ഈ സ്നേഹവിരുന്നിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ മാസം നമ്മൾ കടന്നു പോകുന്നത് യേശുവിൻ്റെ ആ ജനനത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങളാണ് പല വഴി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 1-ാം അധ്യായം അതിൻ്റെ 18 മുതലുള്ള വാക്യത്തിൽ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ആ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ അവിടെ ജോസഫുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്ന സാഹചര്യത്തിലാണ് മേരി ഗർഭിണിയാവുന്നത്. ജോസഫിൻ്റെ അടുക്കൽ ദൈവദൂതൻ വന്നിട്ട് പറയുകയാണ്, ജോസഫെ, മേരിയെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട, കാരണം അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. എന്നിട്ട് അവളുടെ ഗർഭത്തിലായിരിക്കുന്ന കുഞ്ഞിനെക്കുറിച്ച് ദൂതൻ ജോസഫിന് കൊടുക്കുന്ന വെളിപ്പെടുത്തൽ എന്താണ്? 1-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യത്തിൽ പറയുകയാണ്, നീ അവന് യേശു എന്ന് പേരിടണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ യേശു എന്ന 2 അക്ഷരത്തിൻ്റെ മൂല്യമാണ് അതിനോട് ചേർന്ന് വരുന്ന വചനഭാഗങ്ങൾ. മത്തായി 1:21 വചനം പൂർത്തീകരിക്കുന്നത് അങ്ങനെയാണ്, നീ അവന് യേശു എന്ന് പേരിടണം. എന്നിട്ട് ആ പേരിടണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബാക്കി വരുന്ന വചനഭാഗമാണ്, എന്തെന്നാൽ അവൻ തന്നെ ജനത്തെ തങ്ങളുടെ സകല പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. യേശു എന്ന നാമം എവിടെയൊക്കെ ആരെല്ലാം ഉരുവിടുന്നുവോ അവിടെ അത്ഭുതങ്ങൾ നടക്കുകയാണ്, അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്, അന്ധകാര ശക്തികൾ പരക്കം പായുകയാണ്. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 34:5 പറഞ്ഞു, അവിടുത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. ആ തിരുമുഖം ദർശിച്ചവരാരും അന്ധകാരത്തിൽ നടക്കുന്നില്ല. പ്രകാശപൂർണനായ ദൈവം, ആ ദൈവത്തിൻ്റെ ജനനത്തെക്കുറിച്ച് ജോസഫിന് മുന്നമേ വെളിപ്പെടുത്തി കൊടുക്കുന്ന ദൈവദൂതൻ ആ പറയുമ്പോൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു പ്രാവശ്യം നാവ് ഉയർത്തി യേശു എന്ന് പറയുമ്പോൾ അന്നേ ദിവസം ലോകമെമ്പാടും അർപ്പിക്കപ്പെട്ട വിശുദ്ധ കുർബാനയുടെ മഹത്വത്താൽ യേശു എന്ന നാമം നീ ഉരുവിട്ടപ്പോൾ വലിയ അത്ഭുതങ്ങൾ നിന്റെ കുടുംബത്തിൽ, നിന്റെ ഭവനത്തിൽ സംഭവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എവിടെയെല്ലാം അവിടുത്തെ നാമം ഉദ്ഘോഷിക്കുന്നുവോ അവിടെ അന്ധകാര ശക്തികൾ പരക്കം പായുകയാണ്, അത്ഭുത പ്രതിഭാസം, അത്ഭുത സൗഖ്യാനുഭവങ്ങൾ ഉണ്ടാവുകയാണ്. ഇവിടെ ജോസഫിന് കിട്ടിയ വെളിപ്പെടുത്തൽ അനുസരിച്ച് അടുത്ത വാക്യങ്ങൾ കടന്നു വരുമ്പോൾ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ജ്ഞാനികളുടെ സന്ദർശനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ജ്ഞാനികളുടെ സന്ദർശനത്തെക്കുറിച്ച് പറയുമ്പോൾ 2-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ ഇവർ നക്ഷത്രം കണ്ടുവന്നവരെന്നാണ് പറയുക. ഇവരാരൊക്കെയാണ് പ്രിയപ്പെട്ടവരെ? അവരുടെ പേര് ബെൽത്താസ്, മെൽക്കിയോ, കാസ്ഫർ തുടങ്ങിയ 3 പേര്. ഈ 3 പേരും 3 ദേശക്കാരാണ്. അതായത് ഒരാൾ ടർക്കിക്കാരനാണ്, മറ്റൊരാൾ അഫ്ഗാനിസ്ഥാൻകാരനാണ്, മറ്റൊരാൾ ഇറാനിലെ പേർഷ്യയിൽ നിന്നാണ്. ഓർക്കണം, ഇവർ 3 ആൾക്കാരും 3 ഭാഷ സംസാരിക്കുന്നവർ, 3 സംസ്കാരത്തിൻ്റെ ഉടയവർ. ഇവർ ഓരോരുത്തരും അവരായിരിക്കുന്നിടത്ത് ഈ നക്ഷത്രം കാണുകയാണ്. ആ നക്ഷത്രം കണ്ട് അവർ കടന്നു വരികയാണ്. അങ്ങനെ വന്ന് പാലസ്തീന ലക്ഷ്യമാക്കി നക്ഷത്രം വരികയാണ്. അങ്ങനെ പാലസ്തീന ലക്ഷ്യമാക്കി ഈ 3 നക്ഷത്രം 3 ദിക്കിൽ നിന്ന് നടന്നു വന്ന് ചാവുകടലിൻ്റെ തീരത്ത് വെച്ച് ഈ നക്ഷത്രങ്ങൾ ഒന്നാവുകയാണ്. ഈ നക്ഷത്രങ്ങൾ 3 ദിക്കിൽ നിന്ന് വന്നവർ ഒന്നായ ആ നിമിഷം 3 ദേശക്കാരായ ആ ജ്ഞാനികളുടെ ഭാഷ ഒന്നാവുകയാണ്. അവർ സ്നേഹത്തിൻ്റെ സന്ദേശവാഹകരായിട്ട് മാറുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവർ കടന്നു വന്ന് നേരെ വരുന്ന വഴിക്ക് ബേത്ലഹേമിലേക്കല്ല പോകുന്നത്. ഇവർ പോകുന്നത് വരും വഴി ഇവർ കണ്ടത് ഹെറോദസിൻ്റെ കൊട്ടാരത്തിൻ്റെ കമാനം കണ്ടപ്പോൾ അവിടെയായിരിക്കും രാജാവ് ജനിച്ചത്, രാജാതിരാജൻ ജനിച്ചതെന്നുള്ള തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് അവർ നേരെ ഹെറോദസിൻ്റെ കൊട്ടാരത്തിൽ പ്രവേശിക്കാം. കൊട്ടാരത്തിൽ ആ സമയത്ത് ഈ ജ്ഞാനികളുടെ മുന്നറിയിപ്പ് കൂടാനുള്ള വരവ് കണ്ട് ഹെറോദസ് രാജാവ് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശം? അവർ പറഞ്ഞു, ഞങ്ങൾ കിഴക്ക് നക്ഷത്രം കണ്ടു വന്നവരാണ്. ഹെറോദസ് ചോദിച്ചു, കിഴക്ക് നക്ഷത്രം കണ്ടാൽ എന്താണ് അർത്ഥമാക്കുന്നത്? അവർ പറയുകയാണ്, കിഴക്ക് നക്ഷത്രം കണ്ടാൽ രാജാതിരാജൻ പിറന്നുവെന്നാണ്. രാജാതിരാജൻ എന്നുള്ള വാക്ക് ഉരുവിട്ടപ്പോൾ ഹെറോദസിൻ്റെ കൊട്ടാരം മുഴുവൻ പ്രകമ്പന കൊള്ളുകയാണ്. ലോകരാജാവായ ഹെറോദസിൻ്റെ കാൽ ചുവട്ടിൽ നിന്ന് മണൽത്തരി ഒലിച്ചു പോകുന്നത് പോലെ തൻ്റെ അധികാരത്തിന് മറ്റൊരവകാശി എന്നുള്ള ബോധ്യമുണ്ടായപ്പോൾ ജാള്യത മറച്ചു വെച്ച ഹെറോദോസ് രാജാവ് വന്ന ജ്ഞാനികൾക്ക് വിരുന്നൊരുക്കി. എന്നിട്ട് അദ്ദേഹം അന്തഃപുരത്തിൽ അന്വേഷിക്കുകയാണ്, ഈ ദിവസങ്ങളിൽ നാം അറിയാതെ നമ്മുടെ കൊട്ടാരത്തിൽ ഏതെങ്കിലും സ്ത്രീകൾ
ആൺകുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടോ? അവരന്വേഷിച്ചു. അവിടെയെങ്ങും ഒരു സ്ത്രീയും ഒരു ആൺകുഞ്ഞിനെയും പ്രസവിച്ചിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഹെറോദോസ് വന്ന് ഈ രാജാക്കന്മാരെ സൽക്കരിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ പോയി രക്ഷകനെ കണ്ടാൽ അവൻ എവിടെയാണ് പറഞ്ഞതെന്ന് നിങ്ങൾ തിരിച്ചു വന്ന് എന്നോട് പറയുക. ഞാൻ നിങ്ങൾക്ക് വലിയ സമ്മാനങ്ങൾ നൽകാം. എനിക്കും പോയി അവനെ കുമ്പിട്ട് ആരാധിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നക്ഷത്രത്തെ നോക്കി വന്ന 3 ജ്ഞാനികൾ ഇവരെ നക്ഷത്രത്തെ നോക്കിയാണ് നടന്നു വന്നതെങ്കിൽ നക്ഷത്രത്തിൽ നോട്ടം പിൻവലിച്ച് അവർ ഹെറോദോസിൻ്റെ കൊട്ടാരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ അവരെ ആനയിച്ചു കൊണ്ടുവന്ന നക്ഷത്രത്തിൻ്റെ ചലനം അവിടെ നിൽക്കുകയാണ്. ആ നക്ഷത്രം അവിടെ നിൽക്കുകയാണ്. ഇവർ കൊട്ടാരത്തിൽ കയറി തിരിച്ചു വരുമ്പോൾ കൊട്ടാരത്തിൽ നിന്ന് മടക്കയാത്രയിൽ അവരുടെ മനസ്സിലൊരു ഭയങ്കര ഭയം കടന്നു വരികയാണ്. നാളിതുവരെ വർഷങ്ങളായി കാലാകാലങ്ങളായി കാത്തിരുന്നു രക്ഷകനെ കാണാൻ. ആ രക്ഷകനെ കണ്ടാൽ രക്ഷകൻ്റെ കാൽ ചവിട്ടിൽ അവർ സമ്മാനങ്ങൾ അർപ്പിക്കാൻ വേണ്ടി അവർക്കുള്ളതെല്ലാം വിറ്റ് അതുമായിട്ടാണ് വിറ്റ് കിട്ടിയ സമ്മാനങ്ങളുമായിട്ടാണ് അവർ വന്നത്. പക്ഷേ ഹെറോദോസിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് മടങ്ങുമ്പോൾ നക്ഷത്രം പോയി മറിഞ്ഞിട്ടുണ്ടോ എന്ന അങ്കലാപ്പോടുകൂടി അവർ തിരിച്ചു വരുമ്പോൾ എവിടെ വെച്ച് നക്ഷത്രം നോട്ടം പിൻവലിച്ചോ അവിടെ നക്ഷത്രം അവരുടെ മടങ്ങി വരവ് കാത്തു നിൽക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നോയമ്പ് കാലത്ത് ദൈവകരങ്ങളിൽ നിന്ന് പിടിവിട്ടു പോയ നിമിഷങ്ങൾ നമ്മളൊന്ന് ഓർക്കണം. എവിടെ വെച്ചാണ് നിന്റെ ദൈവത്തിനെ നീ മറന്നത്? ബാറൂക്കിന്റെ പുസ്തകം 4-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്നു, എൻ്റെ മക്കളെ ധൈര്യമായിരിക്കുവിൻ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ, ശത്രുകരങ്ങളിൽ നിന്നും അതിൻ്റെ ശക്തിയിൽ നിന്നും ദൈവം നിങ്ങളെ പരിപാലിക്കും. പ്രിയപ്പെട്ടവരെ, വീണ്ടും 28-ാം വാക്യത്തിൽ പറയുന്നു, ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടെ ഞാൻ തിരിച്ചു വന്ന് ദൈവത്തെ തേടുമെന്ന്. ബുധരാജാക്കന്മാർ മടങ്ങി വരുമ്പോൾ അവരുടെ വരവും പ്രതീക്ഷിച്ച് നിൽക്കുന്ന നക്ഷത്രം, ആ നക്ഷത്രത്തെ നോക്കി അവർ വീണ്ടും യാത്രയായി. ആ യാത്ര വന്നുപെട്ടത് പ്രിയപ്പെട്ടവരെ ബേത്ലഹേമിൽ കാലിത്തൊഴുത്തിൽ പറയുകയാണ്. ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ 9-10 വാക്യത്തിൽ പറയുകയാണ്, അവർ വന്ന് യേശുവിനെ തൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം കണ്ട് അവർ കുമ്പിട്ട് ആരാധിച്ചു അത്രേ. അവർ കുമ്പിട്ട് ആരാധിക്കുമ്പോൾ രാജാതിരാജനെ കണ്ടാൽ ആ രാജാതിരാജന് സമർപ്പിക്കുവാനുള്ള സമർപ്പണവുമായിട്ട് അവർ വന്നിരിക്കുന്നത് അവർക്കുള്ളതെല്ലാം വിറ്റാണ്. ഒരാളുടെ കയ്യിൽ പൊന്നുണ്ട്, മറ്റൊരുവൻ്റെ കയ്യിൽ മീറയുണ്ട്, മറ്റൊരാളുടെ കയ്യിൽ കുന്തിരിക്കമുണ്ട്. പ്രിയപ്പെട്ടവരെ, അവർ പൊന്നും മീറയും കുന്തിരിക്കവും ഈശോയുടെ കാൽച്ചുവട്ടിൽ സമർപ്പിക്കുകയാണ്. തിരുവചനം പറഞ്ഞു, അവർ അമ്മയായ മേരിയെ യേശുവിനോടൊപ്പം കണ്ട് കുമ്പിട്ട് ആരാധിച്ചു. അമ്മയോടൊപ്പം ഉണ്ണിക്കുമാരനെ കണ്ട് അവർ കുമ്പിട്ട് ആരാധിച്ചപ്പോൾ പൊന്ന് രാജകീയതയുടെ വിളംബരമാണ് അറിയിക്കുന്നതെങ്കിൽ, അധികാരത്തിൻ്റെ അവസ്ഥയാണ് പൊന്ന് സൂചിപ്പിക്കുന്നതെങ്കിൽ, മീറ കാണിക്കുന്നത് സഹനത്തിൻ്റെ കയ്പനുഭവങ്ങളുടെ. ഓർക്കണം, ഈശോയെ ക്രൂശിക്കുന്ന വേളയിൽ നമ്മൾ ഓർക്കുന്നുണ്ട്, മീറ കലർത്തിയ വിനാഗിരി അവിടുത്തെ ചുണ്ടിൽ പതിപ്പിച്ചപ്പോൾ ആ കയ്പ് നിറഞ്ഞ അനുഭവം, അതെ, ആ മീറ അവൻ അനുഭവിച്ച സഹനങ്ങൾ. അടുത്തത് കുന്തിരിക്കം എന്താണ്? അത് പരിമളം പരത്തുന്നതാണ്, സ്നേഹത്തിൻ്റെ പരിമളം പരത്തുന്ന അവസ്ഥ. യേശുവിൻ്റെ കാൽക്കൽ സമർപ്പിച്ച ഇതിന് മറ്റൊരു വ്യാഖ്യാനം കൂടെ ഉണ്ട്. എന്താണ്? ഈ പൊന്ന് അതിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നു. മീറയും അതുപോലെ തന്നെ കുന്തിരിക്കവും അത് പരിശുദ്ധിയെ സൂചിപ്പിക്കുന്നു. ഈ പരിശുദ്ധമായ ഈ അവസ്ഥയിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അന്ധകാര ശക്തികൾ പരക്കം പായുന്നു, രോഗദുരിതങ്ങൾ വിട്ടുമാറുന്നു, പ്രതികൂലങ്ങൾ മാറുന്നു. ദൈവം അവനൊരുക്കുന്ന പാതയിലൂടെ, വഴിയും സത്യവും ജീവനുമായ തമ്പുരാൻ്റെ വഴിയിലൂടെ നമുക്ക് കടന്നു പോകാൻ സാധിക്കുന്നു. കാരണം എന്തിനും പരിശുദ്ധി ആവശ്യമാണ്. റോമാലേഖനം 12-ാം അധ്യായം 1 മുതലുള്ള വാക്യത്തിൽ അവിടുന്ന് അരുളി ചെയ്തു. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രീതികരമായ സജീവ ബലിയായിട്ട് അർപ്പിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പൊന്നും മീറയും കുന്തിരിക്കവും കാഴ്ചവെച്ച ഭൂതരാജാക്കന്മാർ, പ്രിയപ്പെട്ടവരെ, അവർ തിരിച്ച് മടക്കയാത്ര ആരംഭിക്കുമ്പോൾ ഓർക്കണം, മടക്കയാത്ര ആരംഭിക്കുമ്പോൾ അവർ തമ്മിൽ പറയാൻ തുടങ്ങി, നമ്മൾ തിരിച്ച് രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്നാൽ രാജാവ് നമുക്ക് സമ്മാനം തരും, നമുക്കതുവഴി പോകാം. അപ്പോൾ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ, നിങ്ങൾ യേശുവിനെ കണ്ടവരാണ്, മറിയത്തോടൊപ്പം ഈശോയെ കണ്ട് കുമ്പിട്ട് ആരാധിച്ചവരാണ്. അതിനാൽ മക്കളെ, നിങ്ങൾ വഴി മാറിപ്പോകണം. ഈ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ കിടക്കട്ടെ. അതായത് യേശുവിനെ കണ്ട് അവനെ കുമ്പിട്ട് ആരാധിച്ചവരാണ് നമ്മളെങ്കിൽ, ഇന്നലകളിലെ പാപത്തിൻ്റെ വഴികൾ ഉപേക്ഷിച്ച് ദൈവമൊരുക്കുന്ന അനുഗ്രഹത്തിൻ്റെ വഴി തേടേണ്ടിയിരിക്കുന്നു.
അതല്ല നീ പഴയ വഴി തുടരാനാണ് ഭാവമെങ്കിൽ ഓർക്കണം, സങ്കീർത്തകൻ പറയുന്നു, 50-ാം സങ്കീർത്തനം അതിൻ്റെ 20-21 വാക്യത്തിൽ പറയുന്നു, നീ ഇതെല്ലാം ചെയ്തിട്ട് ഞാൻ മൗനം ദീക്ഷിച്ചു, നിന്നെപ്പോലെ തന്നെയാണ് ഞാനുമെന്ന് കരുതിയോ? ദൈവകൽപ്പന ലംഘിക്കുന്നവരെ ഓർമ്മയിരിക്കട്ടെ, നിന്നെ ഞാൻ ചീന്തിക്കളയും, അപ്പോൾ നിന്നെ രക്ഷിക്കാൻ ആരും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചീന്തപ്പെടാതിരിക്കുവാൻ, തകർക്കപ്പെടാതിരിക്കുവാൻ അവനെ കണ്ടവര് അവനൊരുക്കുന്ന വഴിയിലൂടെ കടന്നു പോകണം. പ്രിയപ്പെട്ടവർ, വീണ്ടും അവിടുന്ന് ആ വചനഭാഗത്തൂടെ കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം, ഹെറോദോസ് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ഭൂതരാജാക്കന്മാർ മടങ്ങി വന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ രാജാവ് പെട്ടെന്ന് വിളംബരം പുറപ്പെടുവിക്കുന്നു. 2 വയസ്സിലും അതിൽ താഴെയുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊല്ലാനുള്ള കൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ അതിനു മുന്നമേ ഇതാ ജോസഫിനോട് ദൂതൻ പറയുകയാണ്, നീ അമ്മയെയും കുഞ്ഞിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഈജിപ്തിലേക്ക് പലായനം ചെയ്യാൻ പോകുമ്പോൾ ആ നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെയും കൊണ്ട്, ആ പ്രസവിച്ച ആ സ്ത്രീയുടെ കുളി മാറാത്ത ആ അവസ്ഥയിൽ, ഒന്ന് ശീഘ്രം നടക്കാൻ പോലും പറ്റാത്ത ആ ഒരു സാഹചര്യത്തിൽ ആ അമ്മയെയും കുഞ്ഞിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യാൻ പറയുമ്പോൾ ജോസഫിൻ്റെ മനസ്സിൽ, ജോസഫിൻ്റെ പിന്നിൽ ഒരു കരച്ചിൽ കേൾക്കാം. എന്താണ്? ഹെറോദോസ് രാജാവ് വിളംബരം പുറപ്പെടുവിച്ചിരിക്കുന്നു, 2 അതിൽ താഴെയുള്ള കുഞ്ഞുങ്ങളൊക്കെ അരുങ്കൊല ചെയ്യാൻ പറയുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ കരച്ചിലും കുഞ്ഞുങ്ങളെ നൊന്ത് പ്രസവിച്ച മാതാപിതാക്കളുടെയും അലമുറ കേൾക്കുമ്പോൾ ഓർക്കണം, ഇത് കേട്ട് കടന്നു പോകുന്ന ജോസഫ്, നീതിമാനായ ജോസഫ്, അദ്ദേഹത്തിൻ്റെ മനസ്സാക്ഷി കുത്ത്, അദ്ദേഹത്തിൻ്റെ മനസ്സാക്ഷിയിലൂടെ കടന്നുപോയ ആ വേദനകൾ ഒരിക്കലും തീരാത്ത ഒരപ്പൻ്റെ വേദന, സമൂഹത്തോടുള്ള, നമ്മുടെ കുഞ്ഞു പൈതങ്ങളോടുള്ള ആ ഔസേപ്പിതാവിൻ്റെ കരുതൽ അന്നും ഇന്നും നമ്മുടെയൊക്കെ കുഞ്ഞു പൈതങ്ങളോട് ഔസേപ്പിതാവിൻ്റെ കരുതലുണ്ട്. മക്കളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അവർ കടന്നു ചെല്ലുന്ന ഇടം, അവർ മേരിയും കുഞ്ഞുമായിട്ട് അവർ കടന്നു ചെന്നത് യെശയ്യാ പ്രവാചകൻ 19-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ സോറ്റിൻസ് എന്ന് പറയുന്ന ഒരു പട്ടണത്തിലേക്കാണ് ചെന്നത്. എന്താണ് സോറ്റിൻസ് എന്ന് പറയുന്ന പട്ടണം? ഈ പട്ടണത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ബിംബങ്ങളെ ആരാധിക്കുന്ന, വിഗ്രഹങ്ങളെ പൂജിക്കുന്ന ആൾക്കാർ വസിക്കുന്ന ഒരിടമാണ്. വിഗ്രഹങ്ങളെ പൂജിക്കുന്ന ആ ഇടത്തിൽ മേരിയും കുഞ്ഞും കൂടെ ആ ഈജിപ്തിലെ മണ്ണിൽ, സോറ്റിൻസ് എന്ന് പറയുന്ന ഗ്രാമത്തിൽ കാലുകുത്തിയതും 380-ൽ പരം വിഗ്രഹങ്ങൾ താനെ പൊട്ടിച്ചു തെറിയാം. അവിടെ ജനങ്ങളെല്ലാം പരിഭ്രാന്തരായി. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. കാരണം എന്താണ്? സർവചരാചരങ്ങളുടെ ഉടയവനെയും വഹിച്ചുകൊണ്ടുള്ള നിർമ്മലമായ ആ പെൺകുട്ടി, ആ കളങ്കമേൽക്കാത്ത പെണ്ണ്, അവിടെ നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെയും കൊണ്ട് ആ മണ്ണിൽ കാലുകുത്തി. ഓർക്കണം, അമ്മയുടെ പാദസ്പർശമേറ്റ സോറ്റിൻസ് എന്ന് പറയുന്ന പട്ടണത്തിൽ, ആ പട്ടണത്തിൽ പ്രസവിച്ചിട്ട് അധികമായില്ലല്ലോ. ആ പട്ടണത്തിൽ ഇവർ കാലുകുത്തിയ സമയത്ത് തന്നെ ഇത്തരമൊരു മഹാപ്രതിഭാസം സംഭവിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നത് ഔസേപ്പിതാവ് മേരിയെയും കൊണ്ടുപോകുന്നു കുഞ്ഞുമായിട്ട്. അപ്പോൾ അവിടെ ഒരു കിണർ, ആ കിണർ ഇന്നും ചരിത്രത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഈജിപ്ത് എന്ന് പറയുന്ന ദേശത്ത് ആ കണ്ട കിണറിൻ്റെ ചുവട്ടിൽ ഒരു കൽത്തൊട്ടിയുണ്ട്. ഔസേപ്പിതാവ് ആ തൊട്ടിയിൽ നിന്ന് വെള്ളം കോരി, ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ആ കൽത്തൊട്ടിയിൽ ഒഴിക്കുമ്പോൾ, ആ കിണറ്റിലെ വെള്ളം കോരി കൽത്തൊട്ടിയിൽ ഒഴിക്കുമ്പോൾ മേരി ആ കൽത്തൊട്ടിയുടെ തൊട്ടുപറ്റെ കുത്തിയിരുന്നിട്ട് ഈ ഉണ്ണീശോയെ മടിയിൽ കിടത്തുകയാണ്. മടിയിൽ കിടത്തിയിട്ട്, ഞാൻ ഈ പറയുന്നത് സെംലോക്ക് മറിയം എന്ന ഗ്രന്ഥത്തിൽ ഇത് പ്രതിപാദിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സെംലോക്ക് മറിയത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഈ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങനെ ഔസേപ്പിതാവ് വെള്ളം കോരി കൊടുക്കുന്നു, കൽത്തൊട്ടിയിൽ കോരി ഒഴിക്കുന്നു, മേരിയുടെ മടിയിൽ കുഞ്ഞിനെ കിടത്തിക്കൊണ്ട് ആ കുഞ്ഞിനെ വെള്ളം കോരി കുഞ്ഞിനെ കുളിപ്പിക്കുന്നു. ഈ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കുഞ്ഞിൻ്റെ മുഖത്തും കണ്ണിലുമൊക്കെ സൂര്യപ്രകാശം അടിക്കാൻ തുടങ്ങിയപ്പോൾ ആ ജനിച്ചിട്ട് 56 തികയാത്ത ആ പൈതലിൻ്റെ മുഖത്തേക്ക് സൂര്യപ്രകാശം ആ മുഖത്തേക്ക് അടിക്കുമ്പോൾ അത് കണ്ട അമ്മ വളരെ വേദനയോടുകൂടി നേരെ മുകളിലേക്ക് നോക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അമ്മയുടെ നോട്ടം കണ്ട അവിടെ ഒരു വൃക്ഷമുണ്ട്. ഇന്നും കേടുകൂടാതെ 2024 വർഷം പിന്നിട്ടിട്ടും കേടുകൂടാതെ നിൽക്കുന്ന ഒരു ട്രീ ഉണ്ട്. ആ മരത്തിൻ്റെ പേര് വിർജിൻ ട്രീ എന്നാണ്. മേരി നേരെ മുകളിലേക്ക് നോക്കുകയും ആ വൃക്ഷം വിവരം മനസ്സിലാക്കിയ, മേരിയുടെ മനസ്സിൻ്റെ ഇംഗിതം മനസ്സിലാക്കിയ ആ വൃക്ഷം പെട്ടെന്ന് ഒരു കൊട പോലെ കൂമ്പി വന്നിട്ട് ഒരു കൊട പോലെ പിടിച്ച്
ഈശോയ്ക്ക് ഇതാ തണലേക്ക് കൊടുക്കുന്നു. ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഇന്നും അനേകായിരങ്ങൾ ഈജിപ്തിലെ മുസ്ലിം രാഷ്ട്രത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് ഒരു കൊട പോലെയായി തീർന്ന ആ വൃക്ഷത്തെ നമ്മൾ കാണുമ്പോൾ, ആ വൃക്ഷവും അതിൻ്റെ ആ കിണറും ഇന്നും സൂക്ഷിക്കപ്പെട്ടിരിക്കുമ്പോൾ, ഈ ചരിത്ര സത്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-ാം തിരുവചനത്തിൽ പറയുന്നു, നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന പാപങ്ങളും ഭാരങ്ങളും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നാഥൻ ഒരുക്കിയിരിക്കുന്ന ഈ ഓട്ടം നമുക്ക് സ്ഥിരോത്സാഹത്തോടു കൂടി ഓടിത്തീർക്കാമെന്ന്. അവനോടൊത്ത് സഞ്ചരിക്കുമ്പോൾ, അവനിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, പിന്നീട് വന്നത് ഈ വൃക്ഷത്തിൻ്റെ ഈ പ്രതിഭാസം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവർ താമസിക്കുന്ന ഭവനത്തിലേക്ക് അമ്മയെയും കുഞ്ഞിനെയും കൂടെ കൊണ്ടാക്കിയിട്ട് ഔസേപ്പിതാവ് അമ്മയ്ക്ക് മേരിക്ക് ഒരിറ്റ് ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടി ആ പട്ടണവാസികളെ പല വാതിലും മുട്ടി വിളിച്ചു. ഒരു വാതിലും തുറന്ന് ഭക്ഷണം കൊടുത്തില്ല. ഒരു ഭിക്ഷക്കാരനെ പോലെ, ഭിക്ഷാന്തേകിയെ പോലെ വന്ന് നമ്മുടെ ഔസേപ്പിതാവിനെ അവിടെയുള്ള ജനങ്ങൾ ആട്ടി ഓടിച്ചു. ഇന്നും 2024 വർഷം പിന്നിട്ടിട്ടും അസോട്ടിൻസ് എന്ന് പറയുന്ന പട്ടണത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവിടെ എത്ര ശക്തി കൂടിയ ഓവനിൽ ഭക്ഷണം വേവിച്ചാലും ഇന്നും പാതിയെ വേവത്തുള്ളൂ. കാരണം എന്താണ്? അന്ന് ഔസേപ്പിതാവ് ഒന്ന് കൈനീട്ടിയപ്പോൾ കൊടുക്കാതിരുന്ന ഭക്ഷണത്തിൻ്റെ ദൈവം വെച്ച ഒരടയാളം. ഓർക്കണം പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഓരോ സത്യങ്ങളിലൂടെ, ചരിത്രങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ നോയമ്പ് കാലം നമ്മുടെ അനുഗ്രഹത്തിൻ്റെ കാലമായി തീരട്ടെ. അനുഗ്രഹിക്കുവാൻ വേണ്ടി ദൈവം തമ്പുരാൻ നമ്മളെ വിളിച്ചു. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അബ്രഹാത്തോട് ദൈവം തമ്പുരാൻ പറഞ്ഞു, നീ നിന്റെ ഭവനത്തെയും നിന്റെ ദേശത്തെയും വിട്ട് ഞാൻ കാട്ടിത്തരുന്ന ദേശത്തേക്ക് നീ പോകണം, അവിടെ വെച്ച് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അതെ, ഞാൻ പറയുന്നിടത്തേക്ക് നീ പോകണമെന്ന് പറയുമ്പോൾ അങ്ങനെ ആനയിക്കപ്പെടുന്ന ദൈവ മക്കള്, ആ ദൈവമക്കൾ ചെല്ലുന്നിടത്ത് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളും പ്രതികൂലങ്ങളൊക്കെ ഉണ്ടായാലും അതിനെയൊക്കെ പരിഹരിക്കാനും പരിപാലിക്കാനും കഴിവുള്ള ദൈവമാണ് നമ്മൾ വിളിക്കുന്നത്. ഫിലിപ്പി 4:19 പറഞ്ഞു, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു കർത്താവ് വഴി നിനക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യത്തിൽ പറയുന്നു, ഒന്നും ഞാൻ ഒളിക്കുകയില്ല. സൃഷ്ടിയുടെ ആരംഭം മുതലുള്ള അവളുടെ ഗതി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടാം. അവളെക്കുറിച്ചുള്ള അറിവ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാം. ബാറൂക്കിന്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, ദൈവകൽപ്പനയുടെ പുസ്തകവും ശാശ്വതമായ നിയമവും അവളാണ്. അവളോട് ചേർന്ന് നിൽക്കുന്നവർ ജീവിക്കും, അവളെ ഉപേക്ഷിക്കുന്നവർ മരിക്കും. മേരിയോടൊത്ത് നമുക്ക് ഈശോയെ വണങ്ങുവാൻ, മേരിയോടൊത്ത് ഈശോയെ ആരാധിക്കുവാൻ നമുക്ക് തരുന്ന അവസരങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ പറയുന്നു, അവിടുന്ന് എല്ലാവരെയും ഒന്നുപോലെ പരിഗണിക്കുന്ന ദൈവം, എല്ലാവരെയും ഒന്നുപോലെ പരിഗണിക്കുന്ന ദൈവം പറയുകയാണ്. ബാറൂക്കിന്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ, യാക്കോബെ മടങ്ങി വന്ന് അവളെ സ്വീകരിക്കുക, അവളുടെ പ്രകാശത്തിൻ്റെ പ്രഭയിലൂടെ നടക്കുക. അവളൊരുക്കുന്ന പ്രകാശത്തിൻ്റെ പ്രഭയിലൂടെ നടക്കാൻ പറയുമ്പോൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഈ നോയമ്പ് കാലം തെറ്റുതിരുത്തലുകളുടെ ദിവസങ്ങളാകട്ടെ. അപ്പോസ്തല പ്രവർത്തനം 26-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിൽ പറയുന്നു, അത് അവരുടെ കണ്ണുകൾ തുറക്കുവാനും അതുവഴി അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ ശക്തിയിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിയുവാനുമുള്ളതാണ്. അങ്ങനെ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് അപ്പോസ്തല പ്രവർത്തനം 22-ാം അധ്യായം അതിൻ്റെ 14-ാം തിരുവചനം പറയുന്നു, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തിൻ്റെ ഹിതമറിയുവാനും നീതിമാനായവനെ ദർശിക്കുവാനും അവിടുത്തെ അധരത്തിൽ നിന്നുള്ള ആ തിരുവചനങ്ങൾ ഘോഷിക്കുവാനും നിന്നെ അവിടുന്ന് നിയമിച്ചിരിക്കുമ്പോൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഗബ്രിയേൽ ദൈവദൂതൻ വന്ന് മേരിയോട് പറഞ്ഞ വചനം, ആ മേരി കേട്ട വചനം അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച വചനത്തെ അവൾ ഉദരത്തിൽ സംവഹിച്ച വചനത്തെ അവൾ മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് സമ്മാനമായി തന്നു. ആ വചനം നമ്മളോട് പറയുന്നു, മേരിയെ കണ്ട് ഈശോയെ കുമ്പിട്ട് ആരാധിച്ച ഞാനും നിങ്ങളും വന്ന വഴി പോവരുത്, വഴി മാറിപ്പോകണം. ഇന്നലകൾ പാപത്തിൻ്റെ ശാപത്തിൻ്റെ വഴികളിലൂടെ നമ്മൾ കടന്നുപോയി, മദ്യത്തിൻ്റെയും മയക്കുമരുന്നുകളുടെയും പിടിയിലമർന്ന് മറ്റ് മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയി, സഹോദരനെ കാണാൻ കണ്ണില്ലാതെ, സഹോദരൻ്റെ വേദനകളിൽ ആശ്വാസം കൊടുക്കാതെ ക്രിസ്മസ് ഒക്കെ നമ്മൾ ആഘോഷിച്ച് ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിൽ 1000 പുൽക്കൂട്ടുകളിൽ ക്രിസ്തു ജനിച്ചാലും നിന്റെ ഹൃദയത്തിൽ ക്രിസ്തു ജനിക്കുന്നില്ലെങ്കിൽ നിന്റെ കെട്ടുകാഴ്ചകൾക്ക് എന്ത് ഫലമാണ് ഉണ്ടാകുന്നത്? ഓർക്കണം പ്രിയപ്പെട്ടവരെ, എത്രയോ ക്രിസ്മസുകൾ നമ്മുടെ ഇടയിലൂടെ കടന്നുപോയി. നമ്മൾ ഓർമ്മ വെച്ച കാലം മുതൽ നമ്മളൊക്കെ ഭവനത്തിൽ പുൽക്കൂടൊരുക്കി. ഈ നോയമ്പ് കാലം അനുഗ്രഹത്തിൻ്റെ കാലമായി തീരണമെങ്കിൽ, അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളായി മാറണമെങ്കിൽ, തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവാനുഭവങ്ങളും ദൈവാനുഗ്രഹങ്ങളും നമ്മുടെയൊക്കെ കുടുംബത്തിലുണ്ടാവണമെങ്കിൽ വന്ന വഴി മാറിപ്പോകണം. നമ്മൾ ഇന്നലകൾ പോയിരുന്ന വഴിയിൽ നിന്ന്
തിരിച്ചു വന്ന് തെറ്റുതിരുത്തി കടന്നു പോകുമ്പോൾ റോമാലേഖനം 16-ാം അധ്യായം 6-ാം തിരുവചനം പറയുന്നു, നമ്മുടെ ഇടയിൽ കഠിന പ്രയത്നം ചെയ്ത മറിയത്തിന് വന്ദനം പറയാൻ. ആ മറിയത്തിന് വന്ദനം പറയുമ്പോൾ ഈ മേരിയെ തന്നിട്ടാണ് അവൻ സ്വർഗത്തിലേക്ക് പോയത്. ഓർക്കണം, അവൻ്റെ ക്രൂശ് മരണത്തിന് മുൻപ് കുരിശിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ കുരിശിൽ കടന്ന് വേദന അനുഭവിക്കുന്ന നേരത്ത് അവൻ ആ കുരിശിൻ്റെ ചുവട്ടിലേക്ക് നോക്കിയപ്പോൾ തനിക്ക് ജീവനായ, തൻ്റെ മാംസത്തിൻ്റെ മാംസമായ, തൻ്റെ ചോരയുടെ ചോരയായ ആ മേരിയെ ഏൽപ്പിക്കാൻ ആരുമില്ല. ഓർക്കണം പ്രിയപ്പെട്ടവരെ, ആ മരിയാൾ വാർത്തോർത്തയുടെ പുസ്തകത്തിൽ പറയുകയാണ്, മേരിയുടെ കുടുംബക്കാരുടെ സമ്പന്നത വലിയ സമ്പത്തുള്ളവരാണ്. ഒരുപാട് ആൾബലമുള്ളൊരു കുടുംബമാണ് ആ ബെത്ലഹേമിലെ കുടുംബം. പക്ഷേ യേശുവിൻ്റെ ക്രൂശ് മരണത്തിന് യേശു വന്ന വ്യക്തി അവിടെ അന്ധകാര ശക്തികൾക്കെതിരെ പോരാടിയപ്പോൾ, തിന്മയ്ക്കെതിരെ പോരാടിയപ്പോൾ അവർക്കൊക്കെ ഈശോ ശത്രുക്കളായി മാറി. അവർക്കൊക്കെ ഈശോ ശത്രുക്കളായി മാറിയപ്പോൾ അവൻ്റെ കൂട്ടുകാരാണെന്ന് പറയാൻ കേവലം 12 പേര്, മീൻപിടുത്തക്കാരും മരപ്പണിക്കാരും വൈദ്യന്മാരും ആയിട്ടുള്ള 12 പേരെ കർത്താവിൻ്റെ കൂടെ കൂട്ടി. അവരാരുമില്ല. ആ യേശുവിൻ്റെ വേർപാടിന നേരത്ത് അവൻ കുരിശിൽ കിടന്ന് നോക്കുമ്പോൾ കുരിശിൻ ചുവട്ടിൽ മേരിയെ കാണുന്നു. മേരിയെ ഏൽപ്പിക്കാൻ മറ്റൊരാളില്ല. അപ്പോഴാണ് ഒരമ്മ ഒരിക്കൽ ചോദിച്ചു, നിന്റെ ഇടത്തും വലത്തും ഇരിക്കാൻ എൻ്റെ മക്കള് യാക്കോബിനെയും യോഹന്നാനെയും അനുവദിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ, എൻ്റെ ഇടത്തും വലത്തും ഇരിക്കാൻ ഈശോയുടെ വേർപാടിൻ്റെ സമയത്ത് ഈശോ പറയുന്നുണ്ട്, എൻ്റെ ഇടത്തും വലത്തും ആരാണ് ഇരിക്കേണ്ടതെന്ന് പിതാവായ ദൈവം, സ്വർഗമാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ സ്വർഗം തീരുമാനിക്കുമ്പോൾ ഇടയ്ക്ക് കർത്താവ് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്താണ്? ഞാൻ കുടിക്കുന്ന പാനപാത്രം ഇവർക്ക് കുടിക്കാനാവുമോ? പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ഇടത്തും വലത്തും ഇരുന്ന് രാജാതിരാജനായ രാജ്യം ഭരിക്കാൻ വന്നവരാണെന്ന് തിരിച്ചറിച്ചവര്, പക്ഷേ അന്ത്യത്താഴ വേളയിൽ അവൻ്റെ വക്ഷത്തിൽ ചാരിക്കിടന്നപ്പോൾ ആ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ, ഹൃദയത്തിൻ്റെ, അവരനോടുള്ള സ്നേഹത്തിൻ്റെ മന്ത്രം കേട്ട യോഹന്നാൻ തിരിച്ചറിഞ്ഞു ഈ യേശു വന്ന സ്നേഹത്തെ, യേശു വന്ന കാരുണ്യത്തെ. ഓർക്കണം പ്രിയപ്പെട്ടവരെ, ആ കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന യോഹന്നാനെ ഈശോയ്ക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈശോ പറയുകയാണ്, ഇതാ നിൻ്റെ മകൻ. മകനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ മേരിയെ യോഹന്നാനെ ഏൽപ്പിച്ചപ്പോൾ യോഹന്നാൻ ആ അമ്മയെ ഹൃദയത്തിൽ സ്വീകരിച്ചു, സ്വഭവനത്തിൽ സ്വീകരിച്ചു എന്ന് തിരുവചനം പറയാം. സ്വഭവനത്തിൽ സ്വീകരിച്ച് പ്രിയപ്പെട്ടവരെ, ഈശോയുടെ വേർപാടിനെ ഓർക്കുമ്പോൾ വേർപാടിൻ്റെ സമയത്ത് നമ്മൾ കാണുന്നുണ്ട്. എന്താണ് കാണുന്നത്? ഈശോയുടെ വേർപാടിൻ്റെ സമയത്ത് പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ സ്വർഗം തിരിച്ചതോ, സ്വർഗം ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ഇതാ തൻ്റെ ദൗത്യം പൂർത്തീകരിച്ചിട്ട് യേശു തമ്പുരാൻ സ്വർഗത്തിലേക്ക് കയറി വരുമ്പോൾ അവൻ്റെ കയ്യിൽ ആ ഭൂമിയിലേക്കും വെച്ച് ഏറ്റവും നല്ല കള്ളൻ, ഒരു നല്ല കള്ളൻ എന്നാണ് അവനെ അറിയപ്പെടുന്നത്. എങ്ങനെ അവൻ നല്ല കള്ളനായി? ഇടത്തും വലത്തും കിടന്ന 2 കള്ളന്മാരും അവനെക്കുറിച്ച് പലതും പറഞ്ഞു. ഇടത്തു വെച്ച് കിടക്കുന്ന കള്ളൻ പറയാണ്, നീയാണോ രാജാവ്? നീയാണോ രക്ഷകൻ? നീ രക്ഷിക്കാൻ വന്നവനാ, നിനക്ക് നിന്നെപ്പോലെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, വലതുവശത്ത് കിടന്നവൻ അവനും കേട്ടത് കർത്താവിൻ്റെ തിരുമൊഴികളാണ്. ആ വചനം കേട്ട ആ വലതുവശത്ത് കിടന്ന കള്ളൻ പറയാണ്, കർത്താവെ തെറ്റിപ്പോയി, നീ നിൻ്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെയും കൂടി ഓർക്കണമെന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈശോ പറയാണ്, തീർച്ചയായും ഇന്ന് നീ എന്നോടുകൂടെ പർദീസായിലുണ്ടാകും. അങ്ങനെ ആ യേശു ഇതാ ഭൂമിയിലേക്കും വെച്ചൊരു കള്ളനെയും കൂട്ടുപിടിച്ച് മുമ്പോട്ട് സ്വർഗത്തിലേക്ക് വരുമ്പോൾ പിശാചുക്കൾ വിളിച്ചു പറയുകയാണ്, മകൻ പോയിട്ട് കൊണ്ടുവരുന്നത് നല്ലവരെയൊന്നുമല്ല, കൊള്ളാവുന്നവരെയൊന്നുമല്ല, കള്ളനെയും കൊണ്ടാണ് വന്നത് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ അമ്മയെ ആരൊക്കെ സ്വഭവനത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ? ആ ഭൂമിയിലേക്കും വെച്ച് മോശപ്പെട്ടൊരു കള്ളനെ കർത്താവ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയെങ്കിൽ അമ്മയെ മുറുകെ പിടിക്കും. മക്കളെ, അമ്മയുടെ ജപമാലയിൽ ചേർന്ന് പിടിക്ക്. അമ്മ നിന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കും. നിന്റെ മക്കളെ വഴിവിട്ട ചിന്തകളും വഴിവിട്ട കൂട്ടുകെട്ടുകളുമാണെങ്കിൽ അതിന് പരിഹാരം അവൾ തരും. നിന്റെ ഭർത്താവ് മറ്റു വഴികളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, നിന്നെ വേദനിപ്പിക്കുന്ന, നിനക്ക് ഇഷ്ടപ്പെടാത്ത വഴികളാണ് നിന്റെ ജീവിത പങ്കാളി തിരഞ്ഞെടുത്തിരിക്കുന്നെങ്കിൽ, ഓർക്കണം പ്രിയപ്പെട്ടവരെ, നീ അവനെ കണ്ടവനാണോ? നീ അവനെ കേട്ടവനാണോ? യേശുവിനെ കണ്ട് കുമ്പിട്ട് ആരാധിച്ച ജ്ഞാനികൾ പോയതുപോലെ ഗതി മാറിപ്പോകുവാൻ, വഴി മാറിപ്പോകുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. ഈ നോയമ്പ് അനുഗ്രഹത്തിൻ്റെ പുണ്യദിനമായി മാറിക്കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളൊരു അനുഗ്രഹമായിട്ട് നമ്മളെ കാണുന്നവർ നമുക്കുണ്ടായ മാറ്റം അവരനുഭവിക്കട്ടെ. അവരനുഭവിച്ച് കുടുംബത്തിന് ഈശോയുടെ വെളിച്ചം പകരുവാൻ നമ്മൾക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. നമ്മൾക്ക്
നമ്മുടെ ജീവിതത്തെ തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഇനിയുള്ള കാലം ഈ ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനത്തിൻ്റെ, ഒരു മാറി ചിന്തിക്കുന്നതിൻ്റെ, നന്മയുടെ വഴികൾ തേടുന്ന പുണ്യദിനമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്രിസ്മസിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.